ഒരു ബിസിനസ്സുകാരൻ എനിക്ക് താമസിക്കാൻ വേണ്ടി വലിയൊരു കൊട്ടാരം കെട്ടി പണി പൂർത്തിയാക്കി. ആ വീട്ടിലേക്ക് കയറിയ ദിവസം, അന്നത്തെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു അശരീരി കേട്ട്. ആ അശരീരി അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദമായിരുന്നു. അശരീരി ഇങ്ങനെയായിരുന്നു: ഞാൻ നിന്നെ താമസിയാതെ വിട്ടുപോകുന്നതാണ്. നീ ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. ബിസിനസ്സുകാരൻ ഇത് കേട്ട് ഞെട്ടി. അദ്ദേഹം പറഞ്ഞ്, പാടില്ല പാടില്ല, ഇതൊരിക്കലും ശരിയല്ല, ഇതൊരിക്കലും ശരിയല്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് മനോഹരമായി കൊട്ടാരം കെട്ടിയുണ്ടാക്കിയത്. കെട്ടിയുണ്ടാക്കിയതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ആസ്വദിച്ചിട്ടില്ല നേരത്തെ ഇവിടെ. പിന്നെ അദ്ദേഹത്തിന് ആത്മാവ് പറഞ്ഞ്, രക്ഷയില്ല, ഇനി നിങ്ങൾക്ക് ഇന്ന് അതിജീവിക്കാൻ ഒരു മാർഗവും കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് വരെ എപ്പോഴെങ്കിലും എൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരമെന്ന് പറയുന്ന ഈ വീട്ടിൽ ഞാൻ എത്രയോ വർഷം ജീവിച്ച്, എന്നാൽ പണമുണ്ടാക്കാനുള്ള നിങ്ങളുടെ ഈ തിരക്കിൽ ഞാൻ താമസിക്കുന്ന ഈ ശരീരം രോഗം കൊണ്ട് നിറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെയാണ് ഞാൻ കഴിഞ്ഞത്. മാത്രമല്ല, സ്ഥാനമാനം നേടാനുള്ള നിങ്ങളുടെ വെമ്പലിൽ നിങ്ങൾ എന്നെ പൂർണ്ണമായും അവഗണിച്ചു. സുഖഭോഗങ്ങളിൽ മാത്രമായിരുന്നു നിങ്ങളുടെ ശ്രദ്ധ. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ജീവിതം ക്ഷണിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആത്മാവിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയും കൂടാണത്. ചില മക്കള് ജീവിതം സുഖിക്കാൻ വേണ്ടി ഉള്ളതല്ലേ, സുഖിക്കാൻ വേണ്ടിയല്ലേ ശരീരം. പല മക്കളിലും സംശയമുണ്ട്. 10ഉം 20ഉം കെട്ടിയവരും 10ഉം 50ഉം സ്ത്രീകളെ സ്വീകരിച്ചവരും 100 കണക്കിന് സ്ത്രീകളെ സ്വീകരിച്ചവരും പുരുഷന്മാരെ സ്വീകരിച്ചവരും ദുഃഖിച്ച് കാണുന്നുണ്ട്. ഈ സ്വർണ്ണക്കെട്ടാരം കെട്ടിയിട്ട് അതിൽ കിടക്കുന്നവരും ദുഃഖിച്ച് കാണുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഉറക്കോടി കഴിച്ച് കിടക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇഷ്ടപ്പെട്ട സ്ത്രീയായിട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഞങ്ങളുണ്ട്. പക്ഷെ അവരാരും സന്തോഷം കണ്ടിട്ടില്ല. അപ്പം എന്ത് സുഖിക്കാണ് കിട്ടുന്നത്? പിന്നെ രണ്ടാമത്, ഇപ്പോൾ ഡിസ്കൗണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഡിസ്കൗണ്ട് ഇട്ട് സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിൽ ക്വാളിറ്റി കുറവാന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഡിസ്കൗണ്ടാണ് എല്ലാവർക്കും. ഡിസ്കൗണ്ട് ഉണ്ടോ ആ കടയിൽ എല്ലാവരും കയറും. പക്ഷെ അത് പഴയ തുണിയാണ്, കുറേ വർഷം ഇരുന്നാണ്, അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നവർ അറിയുന്നില്ല. പക്ഷെ 10 സോപ്പ് എടുക്കുന്നവർക്ക് ഒരു സോപ്പ്. ഒരു ബിസിനസ്സുകാർ ലാഭമില്ല, കച്ചവടം ചെയ്യത്തില്ല. ഇത് പറയുമ്പോൾ ഒരു സംഭവം അവർക്ക് കാണും. ഇന്ത്യയിലുള്ള മക്കൾ വെസ്റ്റേൺ രാജ്യത്ത് പോയി അവിടെ വന്നു, അവിടെ സ്റ്റാളിൽ പോയി സാധനം വാങ്ങിച്ചു, കുറേ സാധനം പിടിച്ചിട്ട് വരികയാണ്. മോനെ, ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നതല്ലേ നല്ലത്, എന്ത് ഇവിടെ വന്ന് മേടിച്ച് ചോദിച്ചു. നിങ്ങൾ ഇന്ത്യക്കാരല്ലേ? തിരിച്ച് ഇന്ത്യയിലോട്ട് എൻ്റെ കൂടെ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റാളിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് 1 ഡിസ്കൗണ്ട് കിട്ടിയെന്ന്. ശരി, 1 ഡിസ്കൗണ്ട് പറ്റി. മറ്റേ സാധനത്തിൻ്റെ വില എന്താണെന്ന് തിരക്കോടെ ചോദിച്ചു. ഈ സാധനം അയച്ചപ്പോൾ എത്ര രൂപയായി? പിന്നെ അവിടത്തേക്കും കൊണ്ടുവരാനോ ഒക്കെ ഉള്ള ചിലവുകൾ കൂടിയല്ലോ. അപ്പോൾ അവിടെ വില കൂടുതലാണ്. അപ്പോൾ 1 ഡിസ്കൗണ്ട് കിട്ടിയെങ്കിലും അപ്പുറത്ത് ഇന്ത്യക്കാർ എത്ര വില പോയടാ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ മറ്റേ. അപ്പോൾ ഡിസ്കൗണ്ടിൽ മാത്രമാണ് നോക്കുന്ന കുഞ്ഞുങ്ങൾ. മനസ്സെപ്പോഴും ഇങ്ങനെ കുറുക്ക് വഴി പോകുമ്പോൾ ഇവിടെയാണ് വീഴുന്നത് അറിയുന്നില്ല. പഠിച്ചാൽ ഒരു ജോലി കിട്ടും, ജോലി കിട്ടിയാൽ നമുക്ക് ജീവിക്കാം. അതുപോലെ ആത്മാവിൻ്റെ പഠനമുണ്ട്, അതും അതേ സൈഡിൽ കൂടി പോകണം. അപ്പം നമുക്ക് പൂമ്പാറ്റയെ പോലെ നിലത്തുള്ളി ചാടി നടക്കാം ആത്മാലോകത്തിലേക്ക്.